ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഞ്ഞി പോലുള്ള ഓറഞ്ച് ഹൽവയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 3 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഓറഞ്ച് പിഴിഞ്ഞിട്ടുള്ള ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടിച്ചെടുക്കാനായിട്ട് ഇതിപ്പം 2 കപ്പോളം ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഓറഞ്ചിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്താണ് ഞാൻ അടിച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് കോൺഫ്ലോർ കൂടി ചേർത്ത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഹൽവ ഒഴിച്ച് വെക്കേണ്ട ട്രേ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഹൽവ തണുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ട്രേയിലേക്ക് കുറച്ച് വെളുത്ത എള്ളും അണ്ടിപ്പരിപ്പും വിതറി കൊടുക്കാം. ഇതിന് പകരം ബദാം വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസും കോൺഫ്ലോറും കൂടിയുള്ള മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കാം. കാരണം കൈവിട്ട് കഴിഞ്ഞാൽ അത് അടുക്കി പിടിക്കുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഈ പരുവമാകുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കണം. 4-5 പ്രാവശ്യം നെയ്യ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും ഹൽവയ്ക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പാനിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 പ്രാവശ്യം നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയൊരു ഹൽവയാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത് കിട്ടും. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി ഇനി ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നാവിലിട്ട് അലിഞ്ഞു പോകുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണിത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.